പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ പറവൂരിലുള്ള ഓഫീസിലാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള ഒരു സെമി ഫൈനൽ അല്ലെങ്കിൽ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്നൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത് നമുക്കൊന്ന് ചോദിച്ചറിയാം. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്, എന്തൊക്കെ പ്ലാനുകളാണുള്ളത്, നമുക്കൊന്ന് ചോദിച്ചറിയാം. കമാ. നമ്മള് 24 ഒക്കെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ശരി, നമുക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി സംസാരിച്ചാലോ? ഇപ്പൊ നമ്മള് എല്ലാവരും പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്നൊക്കെയാണല്ലോ. അപ്പോ ഇതെന്താണോ അതായിരിക്കും അവിടെയും റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള രീതിയിലുണ്ട്. എന്താണ് ഇപ്പോൾ അങ്ങയുടെ മനസ്സിലുള്ളത്? നമുക്കൊരു ഉജ്ജ്വലമായ വിജയം UDFന് ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. തെരഞ്ഞെടുപ്പുകളുടെ എല്ലാം പാറ്റേൺ വ്യത്യാസമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 20-ൽ 18 സീറ്റ് കിട്ടി. വലിയ റെക്കോർഡ് ഭൂരിപക്ഷമാണ് കിട്ടിയത്. അതായത് 2019 കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം കിട്ടി. ആ ഇലക്ഷൻ്റെ പാറ്റേൺ വേറൊന്നാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ പാറ്റേൺ വേറൊന്നാണ്. ഇതിൻ്റെ ഇടയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുണ്ടായി. ഞങ്ങൾ മിക്കവാറും എല്ലായിടത്തും വെറും വിജയമല്ല, ഉജ്ജ്വലമായ വിജയം നേടി. തൃക്കാക്കരയിൽ ഞങ്ങൾ 12,000 വോട്ടിന് PT തോമസ് ജയിച്ചെടുത്ത് 25,000 വോട്ടിന് ജയിച്ചു. ഉമ്മൻചാണ്ടി 9,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് ഞങ്ങളതിൻ്റെ 4 ഇരട്ടി വോട്ടിന് 37,000 വോട്ടിന് ജയിച്ചു. ഷാഫി പറമ്പിൽ 3,000-ലധികം വോട്ടിന് ജയിച്ച പാലക്കാട് ഞങ്ങളതിൻ്റെ 5 ഇരട്ടി വോട്ടിന് ജയിച്ചു. ആ ചേലക്കരയിൽ അവർ 40,000 വോട്ടാണ് അവരുടെ ഭൂരിപക്ഷം, അത് 12,000 കുറച്ചു. നിലമ്പൂർ അവരെ ഒന്ന് പിടിച്ചെടുത്തു. അവർ ജയിച്ച സ്ഥലത്ത് ഞങ്ങൾ 11,000-ലധികം വോട്ട് ജയിച്ചു. ലോക്കൽ ബോഡിയിലേക്ക് നടന്ന കഴിഞ്ഞ 4.5 കൊല്ലക്കാലം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും മേൽക്കൈ നമുക്ക് UDFന് കിട്ടി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഒന്ന്, ഗവൺമെൻറ്റിനെ ജനങ്ങൾ വെറുക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്ക് പ്രതിഷേധിക്കാൻ കിട്ടുന്നൊരു അവസരമാണ് വോട്ടവകാശം. അപ്പോൾ അവർ ഉറപ്പായിട്ട് പ്രതിഷേധിക്കും. അത്രമാത്രം അവർ വെറുക്കുന്നുണ്ട് ഗവൺമെൻറ്റിനെ. ഇനി അങ്ങനെ വെറുക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ജനങ്ങള് അവരുടെ മനസ്സിൽ പിൻ പോയിന്റ് ആക്കി വെച്ച് അവരെ വോട്ട് കുത്തുമ്പോൾ അങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ള വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ, ഇവര് കൊള്ളക്കാരാണെന്നുള്ളൊരു ഫീലിംഗ് വന്നു. ശബരിമല ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പോലും സ്വർണ്ണക്കൊള്ള നടത്തി. ഇവരൊരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണെന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ CPM നേതാക്കന്മാർ ഘോഷയാത്രയായിട്ട് ജയിലിലേക്ക് പോവുകയാണ്. അടുത്തത് പഴയ മന്ത്രിയെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഉത്തരവാദിത്വത്തിൽ അവരുടെ അറിവോടുകൂടി ശബരിമലയിലെ ധർമ്മശാസ്താവിൻ്റെ ശ്രീകോവിലിൻ്റെ വാതിലും കട്ടളയും ദ്വാരപാലക ശില്പവും വരെ അടിച്ചു മാറ്റിയ ആളുകളാണ്. ഇവർ കൊള്ളക്കാരാണ്. സാധാരണക്കാരൊന്നും ചെയ്യാത്ത കൊള്ളയാണ് ഇവർ ചെയ്യുന്നത്. എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് പണം കിട്ടിയാൽ എന്നൊരു ധാരണ വന്നു. അഴിമതിക്കാരാണെന്നുള്ളൊരു ഫീലിംഗ് ഭയങ്കരമായിട്ടുണ്ട്. അങ്ങൊരു അഡ്വക്കേറ്റ് കൂടാണ്. അപ്പൊ ഇവർ അതിന് പറയുന്ന, അതായത് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ ഭരണപക്ഷം പറയുന്ന ഒരു മറുവാദം എന്ന് പറയുന്നത്, അവർ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയിൽ എത്ര ഉന്നതനായിക്കൊള്ളട്ടെ നിയമത്തിന് കീഴടങ്ങും, നിയമത്തിന് മുന്നിലേക്ക് അവരെ കൊണ്ടുവരും എന്നാണല്ലോ ഒരു മറുവാദം. ഇതൊക്കെ ഇവർ സർക്കാർ പിടിച്ചതൊന്നും അല്ലല്ലോ. ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കി. ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞില്ല നിങ്ങളുണ്ടാക്കാൻ. ഹൈക്കോടതി തന്നെ സെലക്ട് ചെയ്തു ആളുകളെ, ഉദ്യോഗസ്ഥന്മാരെ. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കരുത്, ഇങ്ങോട്ട് തന്നെ ഒന്ന്. അങ്ങനെയാണ് ഇത് അന്വേഷണം. ഇവരാരും ജയിലിലായാൽ ഈ ഗവൺമെൻറ്റിന് ഒരു ഉത്തരവാദിത്തമില്ല. ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു ശ്രമം നടത്തിയത്. പിന്നെ ഒരു പോറ്റി മാത്രമുള്ളെന്ന് പറഞ്ഞു. ഇപ്പോൾ പോറ്റി മാത്രമല്ലല്ലോ, അറിയപ്പെടുന്ന CPM നേതാക്കന്മാർ ജയിലിലേക്ക് പോവാണ്. അത് ഇവരിത് മൂടി വയ്ക്കുകയായിരുന്നു. ഹൈക്കോടതിയാണ് ഇത് പുറത്തു കൊണ്ടുവന്ന് അന്വേഷണം നടത്തി ഇവർ ജയിലിൽ പോകുന്നത്. പൂർണ്ണമായ ഉത്തരവാദിത്വം ഇവർക്കുണ്ട്. CPMനും ഗവൺമെൻറ്റിനും ഇതിൽ പൂർണ്ണമായ കാരണം അവർക്കറിയാമായിരുന്നു. ഹൈക്കോടതിയുടെ വിധിയിലുണ്ട്, അവർക്ക് അറിയാമായിരുന്നു. അറിഞ്ഞിട്ട് 2019 ഇതുപോലൊരു കൊള്ള നടന്നിട്ട് അറിയാമായിരുന്നിട്ടും പിന്നെ എല്ലാം മൂടി വെച്ചിരിക്കുകയായിരുന്നു. വേറെ ആർക്കും അറിയില്ല, പബ്ലിക്കിന് അറിയില്ല. വീണ്ടും അത് കക്കാൻ വേണ്ടി വീണ്ടും ഇറങ്ങി 2024. അതാണ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി പഴയ ദേവസ്വം ബോർഡിനെയും പുറത്താക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്, കേരളം സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി. ക്ഷേമ പരിപാടികളെല്ലാം സ്തംഭിച്ചു. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. തെരഞ്ഞെടുപ്പിന് മുമ്പ് 2021 ഇവർ പറഞ്ഞു ഞങ്ങൾ വന്നാൽ 1,600 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2,500 ആക്കുമെന്ന് പറഞ്ഞു. അവരത് ചെയ്യേണ്ടതല്ലേ? 4.5 കൊല്ലം അത് പറഞ്ഞിട്ടാണ് അധികാരത്തിന് കിട്ടിയത്. കുറേ ആളുകൾ അങ്ങനെ വോട്ട് ചെയ്താണല്ലോ. 4.5 കൊല്ലം 1 രൂപ, ഒരു ചില്ലി പൈസ ഒരു കൂട്ടിയില്ല. എന്നിട്ട് ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേദിവസം ഞങ്ങൾ 400 രൂപ കൂട്ടിയെന്ന് പറഞ്ഞ് വീരവാദം മുഴക്കുക.
അതൊക്കെ തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അവരുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കരുത് മലയാളിയുടെ. അതാണ് ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ നേരത്തുള്ള ചില ഷോ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. PR പ്രൊപ്പഗാൻഡ മാത്രം. പൊളിഞ്ഞു പോയതിൽ അതീവ ദരിദ്രമുക്ത സംസ്ഥാനം കേരളം. എത്ര പേരാ? 64,000 പേര്. LDF പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞത് എത്രയാ? 4.5 ലക്ഷം പേർ പരമദരിദ്രർ കേരളത്തിലുണ്ടെന്ന. കേന്ദ്ര ഗവൺമെൻറ് AY പ്രോജക്റ്റ് കൊടുക്കുന്നത് ദരിദ്രരിൽ അതീവ ദരിദ്രർക്കാണ്. അത് 5,95,000 ഉണ്ട്. എന്നിട്ട് ഒരു 64,000 കണക്കുമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് കോടികൾ ചെലവാക്കിയുള്ള ഒരു PR പ്രൊപ്പഗാൻഡ. ആ പാവങ്ങളുടെ പേരിൽ എത്ര കോടി രൂപ ഈ PR നടത്താൻ ചെലവാക്കി? പത്രങ്ങളിൽ പരസ്യം, കോടിക്കണക്കിന് രൂപയുടെ പരസ്യം. ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് 1.5 കോടി രൂപ. അങ്ങനെ കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് ഈ പാവപ്പെട്ടവന്റെ പേരിൽ മുതലെടുക്കാനാണ്. ഇത് PR സ്റ്റണ്ട് അല്ലാതെ വേറെ എന്താണുള്ളത്? നടക്കുന്ന തെരഞ്ഞെടുപ്പിന് അങ്ങ് പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു PR സ്റ്റണ്ട് ആണ് എന്ന് ഒരു കാര്യം പറയുന്നു. ഒപ്പം തന്നെ ഇപ്പൊ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പത്മകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് മുകളിൽ ദൈവതുല്യനായി ഞാൻ കാണുന്ന ആരോ ആണ്. അപ്പൊ ഈ ആരായിരിക്കും ഈ ദൈവതുല്യനായ വ്യക്തി? ആ ആള് വരുമോ? പ്രതിപക്ഷം എന്താണ് അതുമായി ബന്ധപ്പെട്ട്? പത്മകുമാറിനെ തന്നെ ചോദ്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾ ദൈവതുല്യമായി കരുതിയ ഒരാളെ എന്ന് പറഞ്ഞത്. പത്മകുമാർ ദൈവതുല്യനായി കരുതിയ പാർട്ടിയിലെ നേതാവായിരിക്കും. അത് ആരാണെന്ന് പത്മകുമാറാണ് വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാം പത്മകുമാർ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന്. പക്ഷെ നമ്മളങ്ങനെ പറയാൻ പാടില്ലല്ലോ. പത്മകുമാർ പറയണം. നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. കാരണം അവർക്കെല്ലാം അറിയാമായിരുന്നു. പത്മകുമാറിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ക്ലിയറാണ്. രാഷ്ട്രീയ നേതൃത്വത്തിന്, ഭരണ നേതൃത്വത്തിന് ശബരിമലയിൽ നടന്ന കൊള്ളയെക്കുറിച്ച് അറിയാമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രന് ആത്മബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്ലിയറാണല്ലോ. ഞാൻ പറഞ്ഞപ്പോഴാണ് എനിക്കെതിരെ കേസ് കൊടുത്തത്. ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു ശബരിമലയിലെ ദ്വാരപാലക ശില്പം അത് 1 മാസവും 9 ദിവസവും എടുത്തു മദ്രാസിൽ എത്തിക്കാൻ. അത് എത്തിയിട്ടില്ല. അതിന് പകരം വ്യാജ മോൾഡ് ഉണ്ടാക്കി ചെമ്പുപാളിയാണ് അവിടെ എത്തിച്ചത്. ഒറിജിനൽ കോടീശ്വരന് വിറ്റു. അപ്പം ഞാൻ ചോദിച്ചു, ഏത് കോടീശ്വരനാണ് വിറ്റതെന്ന് കടകംപള്ളി പറയണമെന്ന് പറഞ്ഞു. അതിനാണ് എനിക്കെതിരെ കേസ് കൊടുത്തത്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇപ്പം ഇവരുടെയൊക്കെ മൊഴി വന്നില്ലേ? വാസുവിൻ്റെ മൊഴി വന്നു, പത്മകുമാറിൻ്റെ മൊഴി വന്നു. കടകംപള്ളിക്ക് അറിയാമായിരുന്നു. കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ കോടതിയിൽ നേരിട്ടോളാന്ന് പറഞ്ഞത്. അപ്പോൾ കടകംപള്ളി ആദ്യം ഗവൺമെൻറ്റിനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്രോച്ച് ചെയ്തത്. കടകംപള്ളി വഴി. കടകംപള്ളി പറഞ്ഞിട്ടാണ് കത്ത് കൊടുത്തത്. ആ കത്തിൽ നിന്നാണ് സ്വർണ്ണക്കൊള്ളയുടെ തുടക്കം. രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ട്. അപ്പൊ ഇനി എറണാകുളം ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അങ്ങേക്കാണ് ഇവിടുത്തെ ചുമതല. അപ്പൊ ഇവിടുത്തെ ഒരു ക്യാപ്റ്റൻ അങ്ങാണ്. ഇവിടെ ചില പ്രശ്നങ്ങൾ കോൺഗ്രസിൽ നിന്ന് തന്നെ പറയുന്നുണ്ട്. ഞാൻ വരുന്ന വഴി ചോദിച്ചറിഞ്ഞു കേട്ടോ, ഇത് എന്റെ അഭിപ്രായമല്ല. അപ്പൊ അവർ പറയുന്നു പ്രാദേശിക നേതൃത്വത്തെ ചിലയിടത്ത് പരിഗണിച്ചില്ല, സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ അങ്ങ് ഇതിനെ എങ്ങനെയാ കാണുന്നത്? എറണാകുളം ജില്ലയിലെ കൊച്ചിൻ കോർപ്പറേഷന്റെ ചുമതല മാത്രമാണ് എനിക്കുള്ളത്. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യത്തിനും പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട്. എൻ്റെ ജില്ല കൂടിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, എറണാകുളം കഴിഞ്ഞ പ്രാവശ്യം LDFന്റെ വലിയ ട്രെൻഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സമയത്ത് പോലും 14-ൽ 9 സീറ്റും ജയിച്ച ജില്ലയാണ്. ഇവിടെ LDFന്റെ ട്രെൻഡൊന്നും ബാധിക്കാറില്ല. കഴിഞ്ഞ പ്രാവശ്യം കോർപ്പറേഷൻ ഒരു സീറ്റിനാണ് നഷ്ടപ്പെട്ടത്. ശ്രദ്ധിക്കാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടതാണ്. ഈ പ്രാവശ്യം അതെല്ലാം പരിഹരിച്ച് സാധാരണഗതിയിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ ഉണ്ടാകുമ്പോൾ കോൺഗ്രസിലും UDFിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ 10-1 പോലും പ്രശ്നങ്ങൾ ഇപ്പം ഇല്ല. നിങ്ങൾ നോക്ക്, അന്വേഷിക്കുക. കഴിഞ്ഞ പ്രാവശ്യം എന്തുമാത്രം വിഷയങ്ങളായിരുന്നു. ഇപ്പം എൻ്റെ നിയോജകമണ്ഡലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു റിബൽ പോലും ഇല്ല. കൊച്ചിൻ കോർപ്പറേഷനിൽ വിരലിലുണ്ടാവുന്ന 2-3 കേസുകൾ ഒക്കെ. ഇത്രയും സീറ്റുകൾ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാകും. ചില സ്ഥലത്ത് അർഹരായ 1-ലധികം ആളുകൾ വരും. നമുക്ക് 3 പേരെ ഒരു സീറ്റിൽ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുമോ? ഒരാളെ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റുള്ളവർക്ക് അവരുടേതായ വേർഷൻസ് ഉണ്ട്. അവർക്ക് അർഹതയില്ലെന്നല്ല നമ്മൾ പറയുന്നത്. ചിലപ്പോൾ പ്രശ്നമുണ്ടാകും. ഇപ്പം പക്ഷെ ഞാൻ കണ്ട അത്ഭുതം, സാധാരണ ഒരു കേഡർ പാർട്ടിയാണ് CPM. CPMൽ എന്തുമാത്രം റിബൽസാണ്. എല്ലായിടത്തും റിബൽസാണ് CPMൽ. ഇപ്പം ഇവിടെ തന്നെ എത്രയോ പേര് CPM വിട്ട് കോൺഗ്രസ് ചേർന്നു. ഈ എറണാകുളം ജില്ലയിൽ എത്ര ചേർന്നു? ഏരിയ സെക്രട്ടറിമാരായിരുന്നവർ, മുതിർന്ന നേതാക്കൾ CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നു. അപ്പോൾ അതൊരു വലിയ വ്യത്യാസമാണ്, വലിയൊരു ഇതാണ്. ഇവിടെ UDF ഒരുമിച്ചാണ് നിൽക്കുന്നത്, കോൺഗ്രസ് ഒരുമിച്ചാണ് നിൽക്കുന്നത്, നേതാക്കളെല്ലാം ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ ഞാൻ കരുതുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച വിജയം എറണാകുളത്ത് നിന്നായിരിക്കും.
ഏറ്റവും മികച്ച വിജയം UDF ഉണ്ടാകും. അപ്പൊ അതിന് അങ്ങേക്ക് എല്ലാ ആശംസകളും, അങ്ങയുടെ പാർട്ടിക്കും ആശംസ. പക്ഷെ ഒരു കാര്യം കൂടി ചോദിക്കണം. അപ്പൊ അങ്ങയെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരു നേതാവാണ്. അപ്പൊ നമ്മൾ ഭരിക്കാൻ പോകുന്ന, അല്ലെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഈ ജെൻസി കുട്ടികളാണ്. അവരുടെ ചിന്താരീതി, അവരുടെ ആവശ്യങ്ങൾ, അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, ചിലപ്പോൾ അവർ ഈ നോക്കുന്നത് പോലും ജെൻസീസ് ചെയർ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അതുപോലും ചിലപ്പോൾ ഒരു പഴയ തലമുറയ്ക്ക് മനസ്സിലാകാത്തൊരവസ്ഥയുണ്ട്. പക്ഷെ അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന അവർക്ക് വേണ്ടിയിട്ട്, കാരണം എല്ലാ രാഷ്ട്രീയ നേതൃത്വവും അതിന് ഉത്തരം പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, അവർക്കായിട്ട് നമ്മൾ എന്താണ് പുതിയ കേരളം കാഴ്ചവെക്കാൻ പോകുന്നത്? വളരെ മനോഹരമായ ഒരു ചോദ്യമാണ്. ഞാൻ ആ ചോദ്യം ചോദിച്ചതിനെ അഭിനന്ദിക്കുന്നു. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പുതിയ തലമുറ വളർന്നു വരികയാണ്. അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി സാധ്യതകൾ, കുട്ടികൾ പോവുകയാണ് കേരളത്തിൽ നിന്ന് പുറത്തേക്ക്. 30-40 ലക്ഷം രൂപ വീട് പണയപ്പെടുത്തി ആ പണവുമായിട്ട് ജർമ്മനിയിലേക്കും കാനഡയിലേക്കും ലണ്ടനിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണ് അവരുടെ പ്രശ്നം? നമ്മളെപ്പോഴും പറയും നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻ്റാണ് ഈ കുട്ടികൾ. കാരണം നമ്മുടെ ജനസംഖ്യയുടെ 65% ചെറുപ്പക്കാരാണ്. അതാണ് നമ്മുടെ അഡ്വാൻറ്റേജ്. ഇവർ പുറത്തേക്ക് പോയാൽ പിന്നെ നമ്മുടെ അഡ്വാൻറ്റേജ് എന്താ? കേരളം ഓൾഡ് ഏജ് ഹോമാക്കി മാറണം. വലിയൊരു മാറ്റത്തിൻ്റെ ടേണിംഗ് പോയിന്റിലാണ് കേരളം നിൽക്കുന്നത്. നമുക്ക് ഈ കുട്ടികളെ ഇവിടെ നിർത്താൻ പറ്റണം. നിർത്തണമെങ്കിൽ ഇവിടെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, നല്ല കോഴ്സുകൾ വേണം. നമ്മുടെ പ്രശ്നം എന്താ? നമ്മുടെ പ്രശ്നം 20, 25, 50 കൊല്ലം മുമ്പുള്ള കോഴ്സുകളാണ്, ഔട്ട്ഡേറ്റഡ് കോഴ്സുകളാണ്. ഈ കോഴ്സ് പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ പറയുന്നത്, കുട്ടികളോട് പറയുന്നത്, കേരളത്തോട് പറയുന്നത്, ഇൻ്റർനാഷണൽ ജോബ് മാർക്കറ്റ്, തൊഴിലിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക ലോകത്തെല്ലായിടത്തും. പണ്ടൊക്കെ 10-20 കൊല്ലം കഴിയുമ്പോൾ മാറുള്ളൂ. ഇപ്പം എവറി 6 months മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ മോണിറ്റർ ചെയ്യണം. തൊഴിലിൻ്റെ സ്വഭാവം മാറുന്നതനുസരിച്ച് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഈ കോഴ്സുകൾ അപ്ഗ്രേഡ് ചെയ്യണം. ഇപ്പോൾ ഇന്ത്യയിൽ IIT-കളൊക്കെ ആ രീതിയിൽ ചർച്ച ചെയ്ത് തുടങ്ങി. IIT-കൾ, കാരണം IIT-കളിൽ നിന്നൊക്കെ വിദേശത്തേക്കാണ് പോകുന്നത്. അവിടെ ഇത് മാറിയില്ലെങ്കിൽ ഈ പ്രോഡക്റ്റിനെ വേണ്ട. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല ജോലി സാധ്യതകൾ ഉള്ള തലത്തിൽ നമ്മുടെ കോഴ്സുകളെ രൂപകൽപ്പന ചെയ്യണം. അത് വളരെ ഫാസ്റ്റായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുക. അത് അപ്ഗ്രേഡ് ചെയ്യണം. തൊഴിൽ സാധ്യതകൾ ഉണ്ടാകാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അത് ഞങ്ങൾക്ക് ഒരുപാട് പദ്ധതികളുണ്ട്. ഞങ്ങൾ ഇപ്രാവശ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രത്യേകത, ഞങ്ങൾ ഗവൺമെൻറ്റിനെ എതിർക്കാറുണ്ട്, ഗവൺമെൻറ്റിനെ എക്സ്പോസ് ചെയ്യാറുണ്ട്, വിമർശിക്കാറുണ്ട്. അതോടൊപ്പം ഞങ്ങളുടെ ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ, ഞങ്ങളുടെ ഒരു ബദൽ രേഖ കൂടി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കും. അതിൽ ഈ പുതിയ ജനറേഷൻ അവർക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളുണ്ടാകും. സമയബന്ധിതമായി അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ നല്ല ഇടപെടൽ നടത്തിയാൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് പരിഹാരം ഉണ്ടാകും. ഈ കുട്ടികളെ നമുക്ക് വേണം. അത് കേരളത്തിന് വേണ്ടി അവരെ നമുക്ക് പ്രയോജനപ്പെടുത്തണം. കേരളത്തിൻ്റെ ഭാവിക്ക് അവർക്ക് കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ആ കോൺഫിഡൻസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരുടെ ഭാഷ വേറെയാണ്, അവരുടെ വൊക്കാബുലറി വേറെയാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. ഞാൻ പരമാവധി ചെറുപ്പക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അവരുടെ ഭാഷ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ മനസ്സെന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ സംസാരിച്ചാൽ ആ ജനറേഷൻ ഗ്യാപ്പ്, തലമുറകൾ തമ്മിലുള്ള വിടവ് നികത്തിയേ പറ്റുള്ളൂ. അത് നികത്താനുള്ള പദ്ധതികൾ ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ കേരളത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അങ്ങ് കൃത്യമായി സാമ്പത്തിക കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളാണ്, അതിൽ അവഗാഹമുള്ള ഒരാളാണ്, വായിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങേക്ക് കണക്കുകൾ അറിയാം. അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് അങ്ങ് പറയുമ്പോൾ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലാൻ ബി വേണമല്ലോ. ഇത്രയും ഇപ്പോൾ നമ്മൾ കളിയാക്കി പറയുന്നുണ്ട് പൂച്ച വെറ്റി കിടക്കുന്ന ഖജനാവെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഖജനാവാണെന്ന് അങ്ങ് പറയുമ്പോൾ തിരിച്ച് ആ ഖജനാവിലേക്ക് തന്നെ കയറി ചെല്ലുമ്പോൾ ഒരു പ്ലാൻ ബി ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ ഭരണ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ നിൽക്കുന്നത്. അപ്പോൾ അടുത്ത വർഷം ഈ അധികാരത്തിൽ നിന്ന് ഇവരെ ഇറങ്ങുമ്പോഴേക്കും 6 ലക്ഷം കോടിയായി കേരളത്തിൻ്റെ കടം മാറും. ഞാൻ കടം വാങ്ങിക്കുന്നതിനെതിരല്ല, കടം മേടിക്കണം. കടം വാങ്ങിച്ചാൽ കടം വാങ്ങിക്കുന്ന തുക എന്ത് കാര്യത്തിലാണ് ചിലവാക്കണത്? അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്, അസറ്റ് ക്രിയേഷന്, അത് പിന്നീടും വരുമാനം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ 50% ചിലവാക്കണം. ഈ ഗവൺമെൻറ് 5% ചിലവാക്കണം. 90% കടം വീട്ടാനും പലിശ കൊടുക്കാനുമാണ്. അതൊരു മോശം സാമ്പത്തികമായിട്ടുള്ള അപ്രോച്ചാണ്. ഇവർക്കൊരു മാനേജ്മെൻ്റ് ഇല്ല. അപ്പം ഞങ്ങൾ നിരന്തരമായി, പ്രതിപക്ഷമാണെങ്കിൽ പോലും
നിരന്തരമായി ഇതിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി. പക്ഷെ ഇവരൊന്നും അഡ്രസ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ചോദ്യം കറക്റ്റാണ്. ഞങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ കരുതുന്നത് ഏത് സ്റ്റേറ്റിൻ്റെയും രാജഭരണകാലത്ത് മുതൽ ആദ്യത്തെ ഉത്തരവാദിത്വം കൃത്യമായി നികുതി പിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെക്കുറിച്ച് ആശയം വന്ന് ഞാൻ ഭയങ്കര നികുതി പിരിവുകാരനാണ്. നികുതി പിരിവെന്ന് വെച്ചാൽ നികുതി പിരിക്കാതെ ഒരു ഗവൺമെൻറ് നിൽക്കാൻ പറ്റില്ല. ശാസ്ത്രീയമായി ചെയ്യണം. ഒരുപാട് നികുതി പിടിക്കുകയല്ല വേണ്ടത്. നികുതി ഒരു റീസണബിളാക്കി നികുതിയുടെ നെറ്റ്വർക്കാണ് കൂട്ടേണ്ടത്. കൂടുതൽ ആളുകളെ നികുതിയുടെ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ GST ആണ് കേരളത്തിൽ. നേരത്തെ വാറ്റായിരുന്നു. വാറ്റ് എന്ന് വെച്ചാൽ ഉൽപ്പാദക സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഫസ്റ്റ് പോയിന്റിൽ നിന്നായിരുന്നു ടാക്സ്. GST എന്ന് വെച്ചാൽ കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്, ലാസ്റ്റ് പോയിന്റിലാണ് ടാക്സ്. GSTയുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇന്ത്യയിൽ ഒന്നാമത് ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ഉണ്ടാകേണ്ടിയിരുന്ന സംസ്ഥാനം കേരളം. നമ്മളൊക്കെ പ്രതീക്ഷ ഒരു 30% ഗ്രോത്ത് എല്ലാ വർഷവും ഉണ്ടാകുന്നു. കാരണം കേരളം കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഇവിടെ നമുക്കാണ് ടാക്സ് കിട്ടുന്നത്. പക്ഷേ ഇവരുടെ ഈ നികുതി ഭരണം, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം തകരാറിലാണ്. പരിതാപകരമാണ്. ഞാൻ എൻ്റെ തന്നെ അസംബ്ലി പ്രസംഗങ്ങൾ ഒരു ലെസണെങ്കിലും കാണും. നിങ്ങളിത് റീസ്ട്രക്ചർ ചെയ്യണം. ഇന്ത്യയിൽ മിക്ക സംസ്ഥാനങ്ങളും ചെയ്തു. ഉൽപ്പാദക സംസ്ഥാനങ്ങൾ പോലും അത് ചെയ്ത് അവരുടെ വരുമാനം വർദ്ധിപ്പിച്ചു. അപ്പോൾ കേരളം ചെയ്തിട്ടില്ല. അപ്പം നികുതി ഭരണ സംവിധാനം ഞങ്ങൾ പൂർണ്ണമായി അഴിച്ചു പണിയും. അതിൽ നിന്ന് വരുമാനം എത്രയും പെട്ടെന്ന് ഇപ്പോഴുള്ള വരുമാനത്തിൻ്റെ 50% കൂടി നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ പ്രശ്നം എന്താ? 50 കോടി രൂപയുടെ ഒരു പദ്ധതി അനുവദിച്ചു. 500 കോടിയായാലും തീരൂല. 3 കൊല്ലത്തേക്കാണ് ആ പദ്ധതി തീർക്കേണ്ടത്. 10 കൊല്ലമായാലും തീരൂല. അവസാനമാകുമ്പോൾ ഈ പബ്ലിക് എക്സ്ചക്കറിൽ നിന്ന് നമ്മുടെ പണമല്ലേ, നമ്മുടെ പണം ലീക്കേജാണ്. അത് തടയും. അതായത് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കും. നിങ്ങളൊരു ഉദ്യോഗസ്ഥനോട് ഒരു പാലം പണിയാൻ ഒരു തഹസിൽദാരോട് 6 മാസത്തിനകം നിങ്ങൾ സ്ഥലം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 കൊല്ലം കഴിഞ്ഞാൽ എടുക്കൂല. ഇനി മുതൽ 6 മാസം കഴിഞ്ഞ് 181ാമത്തെ ദിവസം അയാൾ അക്കൗണ്ടബിൾ ആകും. അക്കൗണ്ടബിലിറ്റി ലീഗലി ചെയ്യും, നിയമപരമായി ചെയ്യും. അപ്പോൾ അയാൾ 3 മാസം കൊണ്ട് ഇത് എടുത്തു തരും. ആ മാറ്റം അപ്പോൾ പബ്ലിക് എക്സ്ചക്കറിൽ നിന്ന്, ഖജനാവിൽ നിന്നുള്ള കോടികളുടെ ചോർച്ച നമുക്ക് തടയാൻ പറ്റും. പിന്നെ ഫയലുകളുടെ വേഗത നമുക്ക് കൂട്ടാൻ പറ്റും. കേരളത്തിലെ സെക്രട്ടേറിയറ്റിൽ തന്നെ നല്ല ഇടപെടൽ നടത്തിയാൽ ഞങ്ങൾ കൊടുക്കാൻ പോണ ഓഫർ ഇന്ത്യയിലെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സെക്രട്ടേറിയറ്റാക്കി കേരളത്തിലെ സെക്രട്ടേറിയറ്റ് മാറ്റുന്ന അത് ഞങ്ങൾക്ക് പ്ലാനുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയി കളക്ട്രേറ്റുകൾ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഓഫീസുകളെല്ലാം മാറും. അപ്പോൾ ഔട്ട്കം ഉണ്ടാവും. ഗവേണൻസ് എന്ന് പറഞ്ഞാൽ അതാണ് ഭരണം. ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് ഗുഡ് ഗവേണൻസാണ്, സദ്ഭരണം. അപ്പോൾ അങ്ങ് പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഇപ്പം സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കടമെടുത്ത് TV, ഫ്രിഡ്ജ് ഒക്കെ വാങ്ങിക്കുന്നതിന് പകരം വീട്ടിലൊരു ചെറിയ സംരംഭം അല്ലെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വരുമാനം കൊണ്ടുവരുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ അങ്ങ് പറയുന്നു നികുതി പരിധിയിലേക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ 50%-ഓളമാണ് അങ്ങ് കൂടുതൽ പറയുന്നത്. അത്രയും ആൾക്കാർ വരും. അപ്പോൾ സർക്കാരിന് ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള പണം ഉണ്ടാകും. അതിനുശേഷം ഉണ്ടാകുന്ന ഈ പറയുന്ന പോലെ ഒരു സെക്രട്ടേറിയറ്റ്, നീതിപൂർവമായ ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ടാകും. പ്ലാൻ എല്ലാം നല്ലതാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഈ ഉള്ളിൻ്റെ ഉള്ളിലൊരു മലയാളി ഇരുന്ന് ചോദിക്കല്ലോ, ഇതൊക്കെ നടക്കുമോ, ഇത് കേരളമാണല്ലോ എന്നൊരു ചോദ്യം ചിലപ്പോൾ വരാം. അതിനുള്ള ഒരു ഇച്ഛാശക്തിയുള്ള, നിശ്ചയദാർഢ്യമുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കും വരുന്നത്. ഒരു സംശയം വേണ്ട. അപ്പോൾ എന്തായാലും അങ്ങേ ഈ സമയം ഒരുപാട് കളയുന്നില്ല. വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും അങ്ങയോട് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് ഈ ജെൻസിയുടെ കാര്യങ്ങൾ. എപ്പോഴും നമ്മൾ ഈ ജെൻസിയെ നെഗറ്റീവായിട്ട് കാണുന്ന ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. പക്ഷെ ജെൻസി നെഗറ്റീവ് അല്ല, നല്ല മിടുക്കര പിള്ളേരാണ്. അപ്പോൾ അവർ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്. അത് നമ്മളാണ് അതിനെ ശരിയായിട്ട് ചാനലൈസ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. നമ്മളെ വിസ്മയിപ്പിക്കുന്ന കുട്ടികളാണ് അവർ നമ്മൾ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത കുട്ടികളൊന്നും അല്ല. അവർക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അവർക്ക് അവരുടെ കുടുംബത്തോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, പാരൻസിനോടുണ്ട്, നാടിനോടുണ്ട്, സ്നേഹമുണ്ട്. ഈ പ്രകടനപരതയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് കാണിക്കില്ല അവർ. പക്ഷെ അവരെ നമുക്ക് കറക്റ്റായിട്ട് ചാനലൈസ് ചെയ്താൽ അവർ കേരളത്തിൻ്റെ അസറ്റായിരിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്തായാലും അങ്ങ് അവരുടെ ഭാഷയൊക്കെ ശ്രദ്ധിക്കുന്നവരാണല്ലോ. അപ്പോൾ പൂക്കികളും സ്കിബിഡികളും ഒക്കെ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ ഹാൻഡ് ഷേക്ക് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് ഈ പൂക്കി സൈൻ തന്നെ കൊടുക്കാം അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.